നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്തവണ ലക്സംബർഗിൽ എത്തിയിട്ടുണ്ട്. ലക്സംബർഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക് വഴി തെറ്റി. പക്ഷേ ഇപ്പോഴാണ് കിടക്കുന്ന ഒരു ടോയ് വാൻ. ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളിന്നൊരു കുഞ്ഞ് ട്രിപ്പ് പോവുകയാണ്. അതും യൂറോപ്പിലെ തന്നെ റിച്ചസ്റ്റ് കൺട്രി ആയ ലക്സംബർഗിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? അപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്തവണ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് ഉപയോഗിച്ചായിരിക്കും നമ്മുടെ ഫുൾ യാത്രയും. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ അകത്ത് കയറാം. നമ്മുടെ ഈ ട്രെയിൻ യാത്ര ബെർലിനിൽ നിന്ന് നേരെ കൊളോണിലോട്ടാണ്. കൊളോണിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് വേറെ കണക്ഷൻ എടുത്താണ് നമ്മൾ ലക്സംബർഗിലേക്ക് പോകുന്നത്. കൊളോണിൽ നിന്ന് നമുക്ക് ഏകദേശം 4 മണിക്കൂർ യാത്രയുണ്ട് ലക്സംബർഗിലേക്ക്. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ ലക്സംബർഗിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പം തന്നെ നമ്മൾ ലക്സംബർഗിൻ്റെ ഫ്ലാഗ് പറക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക് വഴി തെറ്റി. പക്ഷെ അവിടുത്തെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മളത് നോക്കി നിന്നു. പക്ഷെ നമ്മൾ വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇന്ന് ലക്സംബർഗ് നല്ല മഴയായിരുന്നു. നമ്മൾ ഈ കാണുന്നതാണ് അഡോൾഫ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇത് ഫുള്ളി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ലാർജ് സ്റ്റോൺ വെച്ച് മാത്രമാണ്. സ്റ്റെപ്പൊക്കെ കയറി ഒരു വ്യൂ പോയിൻറ്റിൻ്റെ മേളിലെത്തി. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ലക്സംബർഗ് സിറ്റി ഒരു 3/4 ഭാഗവും നമുക്ക് കാണാൻ പറ്റും. കൂടുതലും പച്ചപ്പും ഹരിതാപവുമാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ആ പച്ചപ്പിൻ്റെ ഇടയിലായിട്ട് വേറൊരു പാലവും കൂടി കാണാൻ പറ്റും. ഇവിടെ ഫുള്ളി പാലങ്ങളുടെ കളി എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നോക്കിയാലും പാലം മാത്രമേ ഉള്ളൂ. കാട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ അക്കോട്ടണലെന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ആ കാട്ടിലോട്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താണുള്ളതെന്ന് നോക്കാം. നമ്മളങ്ങനെ കാടുമലയൊക്കെ ഇറങ്ങി ഒരു റോഡിലെത്തി. റോഡിൽ നോക്കിയപ്പോഴാണ് കിടക്കുന്ന ഒരു ടോയ് വാൻ. ഏകദേശം ഒരാൾക്ക് 10 യൂറോ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കും ഈ വാനിൽ കയറാൻ പറ്റും. ഇതിൽ കയറി നമുക്ക് ലക്സംബർഗ് സിറ്റികളിലെ മെയിൻ പോയിൻ്റൊക്കെ അവർ തന്നെ കൊണ്ട് കാണിച്ചു തരും. അങ്ങനെ നമ്മൾ വാനിൻ്റെ പിറകുവശത്ത് നിന്ന് നോക്കിയപ്പോഴാണ് ഒരു ആൾക്കൂട്ടം കണ്ടത്. അവിടെ ഗൈഡ് നമ്മൾ പോകുന്ന മാപ്പും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ മഴ നനഞ്ഞ് പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ്. ഏകദേശം 200 മീറ്റർ ഉണ്ട് നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിട്ട് വേണം അടുത്ത പോയിന്റിലേക്ക് പോകാനായിട്ട്. ആ വരുന്ന ബസ്സിൽ കയറിയാണ് നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം 10-15 മിനിറ്റായി ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഗൈസ്, ലക്സംബർഗിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിട്ടുള്ള ലോകത്തിലെ ഏക രാജ്യമാണ് ലക്സംബർഗ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ്. ബസ്സായാലും ട്രെയിനായാലും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിള്ളേരെ കളിക്കുന്ന എന്തോ സാധനമുണ്ട്, പക്ഷെ മഴയായതുകൊണ്ട് ആരെയും കാണുന്നില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാം. നമ്മൾ അടുത്ത് പോകുന്നതാണ് നോട്രഡാം കത്തീഡ്രൽ എന്ന് പറയുന്നത്. ലക്സംബർഗിൻ്റെ ചരിത്രത്തിലെ തന്നെ പഴയ ഒരു പള്ളിയാണ് ഈ കാണുന്നത്.
പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്ത് ഒരു സൂനീർ വാങ്ങാനായിട്ട് ഇറങ്ങി. അപ്പം നമ്മൾ ഏകദേശം കാണാൻ പറ്റുന്ന മാക്സിമം സ്ഥലമെല്ലാം കണ്ട്. ലക്സംബർഗ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു സിറ്റിയാണ്, അധികമൊന്നും കാണാനൊന്നുമില്ല. നമ്മളങ്ങനെ ലക്സംബർഗിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് ബെർലിനിലേക്കുള്ള ട്രെയിനിൽ കയറും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞു ട്രാവൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.